ഈ മാഞ്ഞുപോയ ശംഖുമുദ്രയിലെ എന്ന ഗ്രന്ഥത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായം തന്നെയാണ് സ്വതന്ത്ര തിരുവിതാംകൂർ. അത് വളരെ നീണ്ട ചരിത്രമാണ്, പക്ഷെ നമുക്ക് അറിയേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ട്. ഞാൻ സ്വതന്ത്ര തിരുവിതാംകൂറിനെ പറ്റി ഒരു പ്രത്യേക അധ്യായമായിട്ട് മാഞ്ഞുപോയ ശംഖുമുദ്രയിൽ പരാമർശിച്ചിട്ടില്ല. എൻ്റെ പ്രാധാന്യം ഉണ്ടെങ്കിലും നേരെ മറിച്ച് ഈ ആരായിരുന്നു ഈ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയത്തിൻ്റെ പിന്നിലെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അവസാനം കണ്ടെത്തിയത് ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ അമ്മയായിരുന്നു. അതായത് സേതു പാർവതിബായി ആയിരുന്നു ഈ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയത്തെ അവസാനം വരെയും കൈവിടാൻ കൂട്ടാക്കാത്തത്. എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു, രാജകുടുംബത്തിന് പൊതുവേ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ പല രാജകുടുംബങ്ങളും ആഗ്രഹിച്ചിരുന്നു അവരുടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഭ്യന്തര സ്വയംഭരണം ഉണ്ടായാൽ കൊള്ളാമെന്ന് സ്വാഭാവികമായിട്ട്. പക്ഷെ അത് ജനവികാരത്തിന് എതിരാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഉത്തരേന്ത്യയിലെ രാജാക്കന്മാരെ ഈ ആശയത്തിൽ നിന്ന് പിൻവലിഞ്ഞു. ഇപ്പം ജയ്പൂരാണെങ്കിലും അതുപോലെയുള്ള പല ബറോഡയാണെങ്കിലും എല്ലാം ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഭ്യന്തര സ്വയംഭരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും നിലനിർത്തണം, തങ്ങൾക്ക് അനുകൂലമായി നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷെ ജനവികാരം മനസ്സിലാക്കിയതോടെ അവരെല്ലാം ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് പിൻവലിഞ്ഞുവെങ്കിലും കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാത്ത ഒരു രാജകുടുംബമായി തിരുവിതാംകൂർ മാറി. അവസാനം വരെയും അവർ സ്വതന്ത്ര തിരുവിതാംകൂറിന് വേണ്ടി വാദിച്ചു, കരുക്കൾ നീക്കി, ചെയ്യാവുന്ന എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും ഇറക്കി നോക്കി, നാണം കെട്ട് അവസാനം പിൻവാങ്ങി. ഞാനതിൻ്റെ ആ ചരിത്രം വഴിക്ക് പറയാം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് ഒരു തീരുമാനം അറിയിക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ ഒരു കമ്മീഷൻ അവർ രൂപീകരിച്ചിരുന്നു. ആ കമ്മീഷനെ കൊണ്ട് ആരായിക്കാം എന്ന് വിചാരിച്ചു. 1928 ആ കമ്മീഷന് പ്രധാനപ്പെട്ട നാട്ടുരാജാക്കന്മാരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കുന്നത്. ആ 1928 രൂപീകരിച്ച കമ്മീഷൻ്റെ മുമ്പിലും തിരുവിതാംകൂർ പറഞ്ഞത് ഞങ്ങൾക്ക് ആഭ്യന്തര സ്വയംഭരണം അല്ല, ഞങ്ങൾ സ്വതന്ത്രമായി തന്നെ നിലനിൽക്കും എന്നാണ് പറഞ്ഞത്. നിലനിൽക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങളതാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു ബട്ട്ലർ കമ്മിറ്റി എന്ന് പറഞ്ഞ് വേറൊരു കമ്മിറ്റി 1935 നാട്ടുരാജാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. 1935 രൂപീകരിച്ച ബട്ട്ലർ കമ്മിറ്റിയുടെ മുമ്പിലും തിരുവിതാംകൂർ സർക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ സ്വന്തം നിലയിൽ ഭരിച്ചുകൊള്ളാം, ഇന്ത്യൻ യൂണിയനിൽ ഞങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് 1900 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. ഇനിയിപ്പോൾ അധികം വൈകാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കപ്പെടും എന്ന് വന്നു. ആ സമയത്താണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത്. ആ പാകിസ്ഥാൻ വാദത്തെ എതിർക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. മഹാത്മാഗാന്ധി വിഭജനത്തിന് എതിരായിരുന്നു എങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇതെങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം ഇനി വരട്ടെ, കിട്ടട്ടെ, അത് കഴിഞ്ഞ് പിന്നെ നോക്കാം, എത്ര കാലം ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിൽക്കാൻ കഴിയില്ല എന്ന ഒരു ധാരണയിൽ വിഭജനത്തിന് സമ്മതിച്ചു. അതോടുകൂടി വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായി, ആരും പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായി. വർഗീയ ലഹളകൾ ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടു.
അഭയാർത്ഥികൾ നിരാലംബരായിട്ടുള്ള അഭയാർത്ഥികൾ പോവുകയാണ്. അധികവും അഭയാർത്ഥികൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കാണ് വന്നത്. ഇന്ത്യയിൽ നിന്നും അഭയാർത്ഥികൾ എണ്ണത്തിൽ കുറവാണെങ്കിലും പാകിസ്ഥാനിലേക്കും പോയി എന്നത് യാഥാർത്ഥ്യമാണ്. ഇതോടുകൂടി ആ മൂടങ്ങ് മാറി. അതുവരെ ഉണ്ടായിരുന്ന അത് അനുസരിച്ച് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ആ വികാരം ശക്തിപ്പെടുകയും നാട്ടുരാജ്യാക്കന്മാരുടെ സ്വാതന്ത്ര്യവാദത്തോട് ഒരു തരത്തിലും ജനങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു നിലയിൽ എത്തുകയും ചെയ്തു. ഇതാണ് ഈ ചുവരെഴുത്താണ് തിരുവിതാംകൂറിലെ രാജകുടുംബം മനസ്സിലാക്കാതെ പോയത്. അതിൽ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സൗകര്യപൂർവ്വം ഇതെല്ലാം CP രാമസ്വാമി അയ്യരുടെ ഒരു പരിപാടിയായിരുന്നു എന്ന് ഒരു വിഭാഗം പറയുന്നു. പ്രത്യേകിച്ച് പ്രധാനമായിട്ട് രാജകുടുംബം തന്നെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ CP രാമസ്വാമി അയ്യർ മാത്രമല്ല ഉത്തരവാദി, അത് തിരുവിതാംകൂർ രാജകുടുംബത്തിന് ഉത്തരവാദിയുണ്ട്. അതായത് അമ്മയ്ക്കും മകനും കൂടി ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈ ചരിത്രകാരനായ ശ്രീധരമേനോൻ ശ്രീധരമേനോൻ ഒരു പുസ്തകം എഴുതി. ഇംഗ്ലീഷിലെഴുതി, പിന്നീട് അതിൻ്റെ മലയാള പരിഭാഷ അദ്ദേഹം തന്നെ തയ്യാറാക്കി, അതും പ്രസിദ്ധീകരിച്ചു. ട്രയംഫ് ആൻഡ് ട്രാജഡി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് എഴുതിയ ഗംഭീര ഒരു മാസ്റ്റർ പീസാണ്. ഈ പുസ്തകത്തിൽ CPI അദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ ന്യായീകരിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീധരമേനോൻ വാസ്തവത്തിൽ ഇതിനകത്ത് ഒരു ദിവസം പോലും കിരീടമില്ലാതെ മകൻ ജീവിക്കരുത് എന്ന് ആഗ്രഹിച്ച ഒരു അമ്മയാണ് ഇതിന് കാരണം. അതായത് സേതു പാർവതിബായി. എന്നിട്ട് സേതു പാർവതിബായിയുടെ പ്രേരണയിൽ ബുദ്ധിമോശങ്ങൾ ഒന്നൊന്നായിട്ട് കാണിക്കാൻ തുടങ്ങി ചിത്തിരതിരുന്നാൾ. അമ്മയെ തടയാൻ കഴിയുന്നില്ല, അമ്മയെ നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ സമകാലീന രാഷ്ട്രീയത്തിലും അമ്മയുടെ സ്വാധീനമുള്ള ചില ആൺമക്കളെ പറ്റിയൊക്കെ നമുക്കറിയാമല്ലോ. ഞാൻ കൂടുതൽ പറയുന്നില്ല ആ വിവരം. അതിരിക്കട്ടെ, ഈ പറയുന്ന അദ്ദേഹം അവർ കണ്ടത് ഒരു യുക്തി എന്താണെന്ന് പറഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റിയെയും SNDPയെയും കയ്യിലെടുക്കാം. അതിന് മന്നത്ത് പത്മനാഭനെയും R ശങ്കരനെയും പോലെ വിളിച്ച് അവർക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്ന ആ ആശയത്തിന് പിന്തുണ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. രണ്ടുപേരും പിന്തുണ കൊടുത്തു തുടക്കത്തിൽ. പിന്നീട് അവർ മാറി, ജനഹിതം എതിരാണെന്നറിഞ്ഞപ്പോൾ. ബാരിസ്റ്റർ AK പിള്ള, നമുക്ക് വലിയ സങ്കടമുള്ളൊരു കാര്യം, ഈ ബാരിസ്റ്റർ AK പിള്ള കോൺഗ്രസിൻ്റെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരാളാണ്, ആദർശവാദിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മകളെ വിവാഹം കഴിക്കുന്നത് തന്നെ ആദർശത്തിന് വേണ്ടിയാണ്. ബാരിസ്റ്ററായിട്ട് ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചിട്ട് ഉത്തരവാദ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് ജന്മസ്വത്ത്, കുടുംബസ്വത്ത് എല്ലാം തന്നെ നഷ്ടപ്പെടുത്തി. ആ കുടുംബസ്വത്ത് തിരിച്ചു, അപ്പോഴേക്കും ദാരിദ്ര്യമായി. പിന്നീട് കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ കുറച്ച് ഒതുക്കി മാറ്റി നിർത്തി. അങ്ങനെ ഇരിക്കെ AK പിള്ള CP രാമസ്വാമിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സ്വതന്ത്ര തിരുവിതാംകൂറിന് ഒരു അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ മുഴുവൻ ഞാൻ തിരിച്ചു കൊടുക്കാം. അദ്ദേഹവും ആ പ്രലോഭനത്തിൽ മയങ്ങി വീണു. പക്ഷേ ജനങ്ങൾക്ക് അതോടുകൂടി വലിയ വാശിയായി. ഒന്ന് ആലോചിക്കണം, തിരുവിതാംകൂറിനെ കൂടാതെ വേറെ 2 പ്രിൻസിലി സ്റ്റേറ്റും കൂടി ഈ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി അവസാനം വരെ പൊരുതും എന്നൊക്കെ പറഞ്ഞു. അതിലൊന്ന് ഹൈദരാബാദാണ്, മറ്റൊന്ന് ഭോപ്പാലാണ്. ജുനഗഡ് ഒന്ന് ശ്രമിക്കാൻ തുടങ്ങി, ഉടനെ തന്നെ അതൊരു മതിയാക്കി. അത് വേറൊരു കഥയാണ്, അത് ഇതുമായിട്ട് ചേരുന്നില്ല. ഏതായാലും ഹൈദരാബാദ്, ഭോപ്പാൽ, ട്രാവൻകൂർ. അപ്പോൾ ദേശീയ നേതാക്കന്മാരെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലെ ഭരണാധികാരിക്കും ഭോപ്പാലിലെ ഭരണാധികാരിക്കും ഈ ഇന്ത്യൻ യൂണിയനിൽ വരാൻ പോകുന്ന ഭാവി ഭരണാധികാരികളോട് ഉള്ള താല്പര്യക്കുറവ് മനസ്സിലാക്കാം, മതപരമായ താല്പര്യക്കുറവൊക്കെ മനസ്സിലാക്കാം.
അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭരണാധികാരികളോട് അവർക്കുള്ള ഒരു താല്പര്യവും അവർക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഹിന്ദു രാജാവായ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് എന്ത് പറ്റി എന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ അമ്പരപ്പോടെ അന്വേഷിച്ചത്. CP ഒരു ഘട്ടം കൂടി പടർന്നു. അതിനിടയ്ക്ക് ചിത്ര തിരുനാൾ ഒരു റേഡിയോ പ്രക്ഷേപണം നടത്തി. മൈ ബിലവഡ് പീപ്പിൾ എന്നാണ് ആ സംബോധന തുടങ്ങുന്നത്. ട്രാവൻകൂർ റേഡിയോ സ്റ്റേഷനിലെ പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, തിരുവിതാംകൂർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയില്ല, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം ഈ റേഡിയോ പ്രക്ഷേപണത്തിൽ കൂടി അറിയിച്ചു. ഉടനെ തന്നെ CP രാമസ്വാമി അയ്യർ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു. പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞു 70 ലക്ഷം ജനങ്ങൾ തിരുവിതാംകൂറിലുണ്ട്, 9.5 കോടി വരുമാനം തിരുവിതാംകൂറിന് ഉണ്ട്, അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പോവുകയാണ് എന്ന് പ്രസ് കോൺഫറൻസിൽ അറിയിച്ചു. ഹിന്ദു മഹാസഭ ഇതിനെ അനുകൂലിച്ചു. സവർക്കർ അനുകൂലിക്കുകയാണ്, ഈ സ്വതന്ത്ര തിരുവിതാംകൂറിനെ അനുകൂലിക്കുക. നമുക്ക് മനസ്സിലാക്കാം കോൺഗ്രസിനോട് ഉള്ള അവരുടെ അപ്പോഴത്തെ ഒരു വലിയ വിദ്വേഷമായി. പാകിസ്ഥാൻ്റെ വിഭജനത്തെ തുടർന്ന് ഉള്ള രാഷ്ട്രീയ സ്ഥിതിഗതികളിലെ മാറ്റത്തിൽ ഒക്കെ അവർക്ക് അവരുടേതായ നിലപാടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വരികയാണ്. ഇതിനിടയ്ക്കാണ് CPക്ക് മേലുള്ള വധശ്രമം നടക്കുന്നത്. 1747 ജൂലൈ മാസം 22-ാം തീയതി. ഈ വധശ്രമം നമുക്കിപ്പോൾ അറിയാം. ഇത് KCS മണി ആണ് അത് നടത്തിയത്. N ശ്രീകണ്ഠൻ നായർ ആണ് KCS മണിയെ അതിലേക്ക് നിയോഗിച്ചത്. കണ്ണന്തോടത്തിൻ്റെയും മറ്റും ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ അതിന് കിട്ടി എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അവിടെ ഈ KCS മണിക്കും ശ്രീകണ്ഠൻ നായർക്കും ആർക്കും അറിയാത്തൊരു കാര്യം സംഭവിച്ചു. സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിലെ സംഗീത പരിപാടിയിൽ കാഴ്ചക്കാരനായിട്ട് അല്ലെങ്കിൽ കേൾവിക്കാരനായിട്ട് പങ്കെടുക്കാൻ പോയപ്പോഴാണ് CPയുടെ മേൽ വധശ്രമം ഉണ്ടാവുന്നത്. ആ സമയത്ത് വധശ്രമത്തിന് തൊട്ട് മുമ്പ് അവിടെ ലൈറ്റ് അണയുകയാണ്. അറിയാം. ഇതാരാണ് അണച്ചതെന്ന് ആർക്കും അറിയില്ല. പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ഇളയരാജാവായ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഒരു പ്രേരണയിലാണ് ലൈറ്റ് അണച്ചത് എന്നൊരു കിംവദന്തി. അദ്ദേഹം തന്നെ അത് നിഷേധിച്ചു. അദ്ദേഹം തന്നെ അത് CP രാമസ്വാമി അയ്യരെ നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെടുത്തി. എനിക്കതിനകത്ത് ഇവർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും CP രാമസ്വാമി അയ്യരും തമ്മിൽ. അതുകൊണ്ട് പക്ഷെ താനിങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനും ഒരു അഭിമുഖം ഈ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിട്ട് പിൽക്കാലത്ത് ഒരു പ്രൈവറ്റ് ചാനലിന് വേണ്ടിയിട്ടും ഒരു ദൂരദർശന് വേണ്ടിയിട്ടും നടത്തിയിട്ടുണ്ട്. ഈ 2 ഇൻ്റർവ്യൂവിൻ്റെ സന്ദർഭങ്ങളിലും ഞാനിത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് പ്രക്ഷേപണം ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന്. പിന്നെ ആരാണ് ഈ ലൈറ്റ് അണച്ചത്? അവിടെയാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ രഹസ്യ പോലീസിനെ അന്വേഷിക്കേണ്ടത്. പട്ടേലിൻ്റെ അറിവോടുകൂടി ആവണം ലൈറ്റ് അന്ന് ആരോ അണച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.